ഭൂമിയിലെ തൻ്റെ ജീവിതകാലത്തിൽ ആദ്യമായി ചെയ്ത അടയാളമായിരുന്നു കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയത്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് യഹൂദ കല്യാണം. ഈ സമയം ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും വരൻ വധുവിൻ്റെ വീട്ടിൽ വരുന്നതും അവളെ സ്വീകരിക്കുന്നതും. ഈ ദിവസങ്ങളിലെല്ലാം ചാർച്ചക്കാർക്കും അതിഥികൾക്കും ഭക്ഷണവും വീഞ്ഞും വിളമ്പേണ്ടുന്ന ഉത്തരവാദിത്വം വധുവിൻ്റെ വീട്ടുകാർക്കാണ്. വരൂ, എല്ലാവരും കടന്നു വരൂ, ഈ കല്യാണ വിരുന്നിൽ പങ്കെടുക്കൂ, ആഘോഷമാക്കൂ. ഇനി എല്ലാവർക്കും വീഞ്ഞ് നൽകുക. മകനെ, വീഞ്ഞ് തീർന്നു പോയി. വീട്ടുകാർ ആകെ പരിഭ്രാന്തരാണ്. വിരുന്നുകാർക്ക് മതിവരുവോളം വീഞ്ഞ് നൽകിയില്ലെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരായ ഈ കുടുംബത്തിന് അപമാനമാണ്. അതിനാൽ കുഞ്ഞെ, ഈ ആപത്തിൽ നിന്നും അവരെ രക്ഷിക്കുമോ? സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിൽ എന്താണ് കാര്യം? ആവശ്യത്തിന് വീഞ്ഞ് കരുതേണ്ടിയിരുന്നത് ഇവരുടെ ചുമതലയായിരുന്നല്ലോ. ഞാൻ വെളിപ്പെടുവാനുള്ള കാലം ഇനിയും വന്നിട്ടില്ല. എന്റെ മകൻ യേശു എന്നോടൊപ്പം ഇവിടെയുണ്ട്. അവൻ വന്ന് നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ മറുത്തൊന്നും പറയാതെ അവൻ പറയുന്നത് പോലെ അവനെ അനുസരിക്കണം. നിങ്ങളുടെ പക്കൽ ഇവിടെ എന്താണ് ഉള്ളത്? യജമാനനെ, ഇവിടെ ശുദ്ധീകരണത്തിന് വെള്ളം വെക്കുന്ന 6 കൽഭരണികളല്ലാതെ വേറെ ഒന്നുമില്ല. അവയും ഒഴിഞ്ഞിരിക്കുകയാണ്.
നിങ്ങൾ ഒന്ന് ചെയ്യൂ. ആ ഇരിക്കുന്ന 6 കൽഭരണികളിലും വെള്ളം കോരി നിറയ്ക്കുവിൻ. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നീ ദിവസം നിന്റെ പുത്രനായ എന്നിൽ കൂടി അവിടുന്ന് വെളിപ്പെടണമേ. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ വെള്ളത്തെ അനുഗ്രഹിക്കുന്നു. തൃപ്തി വരുവോളം വിരുന്നുകാർ പാനം ചെയ്യുവാൻ ഈ വെള്ളത്തെ അങ്ങ് വീഞ്ഞായി മാറുവാൻ കൽപ്പിക്കണമേ. ഇതിലൂടെ അങ്ങയുടെ പുത്രൻ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. നീ ഒരു തരത്തിലും വിഷമിക്കേണ്ട. ഭൃത്യന്മാർ കോരിക്കൊണ്ടുവരുന്ന വീഞ്ഞ് വിരുന്നുകാർക്ക് പാനം ചെയ്യുവാൻ നൽകുക. ഇതെന്താണ്? ഇത്രയും നേരം ഈ നല്ല വീഞ്ഞ് നീ ഒളിപ്പിച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് തരംതാണ വീഞ്ഞാണോ പാനം ചെയ്യാൻ തന്നത്? എന്തായാലും ഇത് മര്യാദയായില്ല. ഓ, ഇപ്പോഴെങ്കിലും ഇത് പുറത്തെടുത്തല്ലോ. എന്നോട് ക്ഷമിക്കുക. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വീഞ്ഞു തികയാതെ വന്നു. എന്തു ചെയ്യുമെന്ന് വിഷമിച്ചു നിൽക്കുമ്പോൾ യേശു വന്നു പറഞ്ഞു, വീഞ്ഞു വിളമ്പാൻ. ഞാനത് നിങ്ങൾക്ക് വിളമ്പിയെന്നേ ഉള്ളൂ. ഭൃത്യന്മാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം വെള്ളത്തെ ഈ വീഞ്ഞാക്കി മാറ്റി എന്നുള്ളത്. അദ്ദേഹം പ്രവർത്തിച്ച അത്ഭുതമാണിത്. തീർച്ചയായും അദ്ദേഹം ദൈവപുത്രൻ തന്നെ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. വിസ്മയത്തിനൊഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. മർത്യനായി ജന്മമേകീശൻ എഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മഹാനായ